കർഷകരെ തുയിലുണര്, മലയാളം മനമുണര്. മണ്ണിന്റെ ഗാഥകൾ കേൾക്കാൻ, മലയോര പെരുമകൾ കൊട്ടാൻ. തുയിലുണര്, തുയിലുണര്, തുയിലുണര്. കർഷകരെ തുയിലുണര്, മലയാളം മനമുണര്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം ദേവികുളങ്ങര പഞ്ചായത്തിൽ കായലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പുതുപ്പള്ളി വാരണപ്പള്ളി. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഓണാട്ടുകര പ്രദേശം ഒരു കാലത്ത് എള്ളും നെല്ലും മത്സ്യസമ്പത്തുമൊക്കെ കൊണ്ട് ഏറെ സമ്പന്നമായിരുന്നു. എന്നാൽ ഇന്ന് ഉപ്പുവെള്ളം കയറിയതുകൊണ്ട് കൃഷിക്ക് ഉപയോഗശൂന്യമാകുകയും ചതുപ്പ് നിലങ്ങളായി മാറുകയും ചെയ്തു. ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ചതുപ്പ് നിലങ്ങളെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ എങ്ങനെ ഭക്ഷ്യസുരക്ഷയ്ക്കായി ഉപയോഗപ്പെടുത്താം എന്ന ചിന്തയിൽ നിന്നാണ് അനിൽകുമാർ പുതുപ്പള്ളിയിൽ തന്റെ സ്വന്തം സ്ഥലത്ത് കണ്ടൽക്കാടുകളെ വളർത്തുന്നതിനും കണ്ടൽ സംരക്ഷണവും ഫാം ടൂറിസവും ഒക്കെ ചേർന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. കേരള സംസ്ഥാന ബാംബു കോർപ്പറേഷനിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ച അനിൽകുമാർ കണ്ടൽക്കാട് സംരക്ഷണം തന്റെ ഒരു ദൌത്യമായി ഏറ്റെടുത്തുകൊണ്ട് ഭാവി ലോകത്തിന് ഒരു മുതൽക്കൂട്ട് ആവുകയാണ്. അനിൽകുമാർ ആദ്യഘട്ടത്തിൽ 10,000 കണ്ടൽ ചെടികൾ മുളപ്പിച്ച് നട്ടുവളർത്തുകയായിരുന്നു. ഈ കണ്ടൽ ചെടികൾക്ക് ഇപ്പോൾ 2 വർഷത്തിലധികം പ്രായമായി. കായംകുളം കായലിൻ്റെ തീരത്തുനിന്നും 200 മീറ്ററും അറേബ്യൻ കടലിൻ്റെ തീരത്ത് നിന്നും 1 കിലോമീറ്റർ അകലെ ഒരു ഫലഭൂഷ്ടമായ പ്രദേശമായിരുന്നു 10-25 വർഷം മുമ്പ് നമ്മുടെ ഈ പ്രദേശം. ഏകദേശം 85-86 വരെ ഇവിടെ നെൽകൃഷി ചെയ്യുമായിരുന്നു. തെങ്ങും നെല്ലും അങ്ങനത്തെ ഒരു ഫലഭൂയിഷ്ടമായ ഈ പ്രദേശം കായംകുളം പൊഴി അഴിയാക്കി മാറ്റി കടൽ വെള്ളം ഉള്ളിലേക്ക് കയറി ഇവിടുത്തെ ഭൂപ്രകൃതിയിൽ വലിയ മാറ്റമുണ്ടായി. കാർഷിക മേഖലയിൽ വലിയ മാറ്റം വന്നു. അപ്പോൾ ഇതിനെ വീണ്ടും എങ്ങനെ ഉപയോഗപ്രദമാക്കി നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഉപയോഗപ്രദമാക്കി എടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടറിവും നാട്ടറിവും ഒപ്പം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ ഇതിനെ ഈ ഭൂമി ചതുപ്പായി കിടന്ന ഭൂമിയെ കൃഷി യോഗ്യമാക്കി മാറ്റാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ആണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ലവണജലമുള്ള ചതുപ്പ് പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന കണ്ടൽക്കാടുകൾ മനുഷ്യനും പ്രകൃതിക്കും നൽകുന്ന സംഭാവനകൾ ലോകമിന്ന് തിരിച്ചറിയുകയാണ്. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതിലും പുതുതായി വെച്ചുപിടിപ്പിക്കുന്നതിലും മിക്ക രാജ്യങ്ങളും അതീവ ശ്രദ്ധ പുലർത്തി വരുന്നു. ഒറ്റനോട്ടത്തിൽ കൊതുകും പാമ്പും വളരുന്ന വെറും ചതുപ്പ് എന്ന് തോന്നുമെങ്കിലും കണ്ടൽക്കാടുകൾ മനുഷ്യന് നൽകുന്ന സംഭാവനകൾ ഇനിയും തിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. കണ്ടൽക്കാടുകൾ കേരളത്തിലെ തീരപ്രദേശത്തും വേലിയേറ്റ വേലിയിറക്ക പ്രദേശത്തും മറ്റു ചതുപ്പ് സ്ഥലങ്ങളിലുമാണ് കണ്ടുവരുന്നത്. ഫലഭൂയിഷ്ടമായ ഇതിന്റെ ആവാസ വ്യവസ്ഥ മത്സ്യങ്ങൾ, ചെമ്മീനുകൾ, ഞണ്ട് തുടങ്ങിയ വൈവിധ്യമാർന്ന ജലജീവികൾക്ക് വളരാനും പ്രജനനം നടത്താനും സുരക്ഷിതമായ ഈറ്റില്ലമായി വർത്തിക്കുന്നതിനു പുറമെ മണ്ണൊലിപ്പ് തടയുകയും പരിസര മലിനീകരണം ലഘൂകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലക്ഷ്യബോധമില്ലാത്ത വികസനവും മണ്ണ് നികത്തലും കൊണ്ട് കേരളത്തിലുണ്ടായിരുന്ന ഏകദേശം 70,000 ഹെക്ടർ കണ്ടൽക്കാടുകൾ ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ചെടികളെ അപേക്ഷിച്ച് കണ്ടലുകൾക്ക് പ്രാണവായു കുറഞ്ഞതും ഉപ്പുരസവുമുള്ളതുമായ ചെളിപ്രദേശങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള സവിശേഷതകളുണ്ട്. മിക്ക ചെടികൾക്കും ഉപ്പുവെള്ളത്തിൽ വളരാനാവില്ല. കണ്ടൽ ചെടികൾ ഉപ്പുവെള്ളത്തെ അതിജീവിക്കുന്നത്
പ്രകൃതി അവയ്ക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന ചില വിസ്മയാവഹമായ സവിശേഷതകൾ കൊണ്ടാണ്. കേരളത്തിലെ മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും നിർണായകമായ സംഭാവന നൽകുന്നതിന് കണ്ടൽ വനങ്ങൾക്ക് കഴിയും. നിരവധി മത്സ്യങ്ങൾ, ചെമ്മീനുകൾ എന്നിവ കുഞ്ഞുങ്ങളെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ നഴ്സറികളായി തിരഞ്ഞെടുക്കുന്നത് കണ്ടൽക്കാടുകൾ വളർന്നു നിൽക്കുന്ന തീരപ്രദേശമാണ്. നിർഭാഗ്യവശാൽ കണ്ടൽക്കാടുകൾ പ്രകൃതിക്കും അതിന്റെ ഭാഗമായ മനുഷ്യനും നൽകുന്ന സംഭാവനകൾ എത്ര അമൂല്യമാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വൈകിപ്പോയി. ഫലമോ, ഒരു കാലത്ത് കണ്ടൽക്കാടുകൾ സമൃദ്ധമായിരുന്ന കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പോലും അവ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു. അമിത ചൂഷണത്തിൽ നിന്ന് കേരളത്തിന്റെ മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുന്നതിനും കടലാക്രമണത്തിൽ നിന്ന് തീരപ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിനും കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നത് ഒരു ജനകീയ ദൗത്യമായി ഏവരും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കണ്ടൽ ചെടികൾ ഒരു വശത്തൂടെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്തൂടെ നിലവിലുള്ള കണ്ടൽ പൊക്കുടനെ പോലെയുള്ളതും ആൾക്കാർ കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ നിലവിലുള്ള കണ്ടൽക്കാടുകൾ സംരക്ഷിച്ച് അതിനെ ഭാവിയിലെ സമൂഹത്തിന് വേണ്ടി നിലനിർത്താനുള്ള ശ്രമം നടത്തും. ഒപ്പം നമ്മുടെ പ്രദേശത്ത് മുൻകാലങ്ങളിൽ കായംകുളം കായലിൻ്റെ തീരത്തും എറണാകുളം ആ കോസ്റ്റൽ ബെൽറ്റിൽ ഈ കണ്ടൽ ചെടികൾ ഉണ്ടായിരുന്നതായിട്ടുള്ള അറിവുണ്ട്. അപ്പോൾ ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കണ്ടൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ തീരമേഖലകളിലുള്ളവരുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പം ഭാവിയിലെ സമൂഹത്തിന് കണ്ടൽ ചെടി വളരെയേറെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് പ്രകൃതിയിലുണ്ടാക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം പ്രകൃതിയുടെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ, അത് മത്സ്യവും പക്ഷിജാലങ്ങളും എല്ലാം കൂടെ ചേർന്ന ഒരു നല്ല ഒരു എൻവയൺമെൻറ്റും എക്കോസിസ്റ്റവും ഡെവലപ്പ് ചെയ്യാനായിട്ട് കണ്ടലിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ആ കണ്ടൽ ചെടികൾ നമ്മുടെ പ്രദേശത്ത് വളരുമെന്നൊരു പരീക്ഷണം നടത്തി. പിന്നെ തൈകൾ വിത്ത് കൊണ്ടുവന്ന് അതിനെ മുളപ്പിച്ച് തൈകളാക്കി. ആ തൈകൾക്ക് ഇപ്പം 2 വർഷം നിൽക്കുന്ന സ്റ്റേജാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കണ്ടൽ കൊണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്തിന് 3 തരത്തിലുള്ള ആയിട്ട് കാണുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ മണ്ണ് സംരക്ഷണം. 2, ഈ മത്സ്യസമ്പത്ത് ഒരു സംരക്ഷണവും അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു മേഖല ക്രിയേറ്റ് ചെയ്തെടുക്കുക. 3ാമത്, ഭാവി സമൂഹത്തിന് ഓക്സിജൻ നൽകാൻ ഉപയോഗിക്കുന്ന ഓക്സിജൻ ലഭിക്കാൻ ഉതകുമാറുന്ന ഒരു എൻവയൺമെൻറ്റ് ഈ കണ്ടൽക്കാടുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ കണ്ടലിനെക്കുറിച്ചും കണ്ടൽ എങ്ങനെയാണ് വളർന്നു വരുന്നതിനെക്കുറിച്ചും സമൂഹത്തിന് മനസ്സിലാവണം, പൊതുസമൂഹത്തിന് മനസ്സിലാകണം, കുട്ടികൾക്ക് മനസ്സിലാകണം. അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഉള്ള തൈകൾ വെച്ച് പിടിപ്പിച്ച് വളർത്തിയെടുത്ത് അതിനെ ഒരു എക്കോസിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരിക. അതാണ് ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. എങ്ങനെയാണ് മുളപ്പിക്കുന്നത്, ആ മുളച്ച തൈ എങ്ങനെ മാറ്റി വെച്ച് കഴിയുമ്പോൾ അതെങ്ങനെ നമുക്ക് ഔട്ടർ ബണ്ട് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, അത് എങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്ത് തരുന്നത്, അതിൻ്റെ മത്സ്യത്തിന് വന്ന് നിന്ന് പ്രജനനം ചെയ്യാനുള്ള അതിൻ്റെ കൂടെ എങ്ങനെയാണ്, എല്ലാം ഇവിടെ കാണാൻ കഴിയും. കർഷകരെ തുയിലുണര്, മലയാളം മനമുണര്. ഇതിനോടൊപ്പം തന്നെ ചതുപ്പ് നിലങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുത്ത കുളങ്ങളിൽ മത്സ്യകൃഷിയും ചെയ്യുന്നു. പ്രധാനമായും ഉപ്പുവെള്ളത്തിൽ വളരുന്ന പൂമീൻ, കരിമീൻ, തിലോപ്പിയ എന്നീ മത്സ്യയിനങ്ങളെയാണ് അനിൽകുമാർ പ്രധാനമായും വളർത്തുന്നത്. പായലും ജലസസ്യങ്ങളും പൂർണ്ണമായും മാറ്റി ഉപദ്രവകാരികളായ മത്സ്യങ്ങളെയും മറ്റും പൂർണ്ണമായും നശിപ്പിച്ച് കൃഷിയിടം വൃത്തിയാക്കിയാണ് ഇവിടെ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആലപ്പുഴയിലെ അഡാക്കിന്റെ സഹായത്തോടെയാണ് ഇവിടെ മത്സ്യകൃഷി നടത്തുന്നത്. ആവശ്യക്കാർക്ക് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് മത്സ്യങ്ങളെ പിടിച്ചു നൽകുകയും ചെയ്യും. ഒരു തരത്തിലൂടെ ഉപ്പുവെള്ളം കയറി വന്ന് കുറച്ച് പ്രകൃതിക്ക് മാറ്റമുണ്ടെങ്കിലും ആ ഉപ്പുവെള്ളത്തിൻ്റെ കയറ്റം കൊണ്ട് നമ്മൾ ഒരു മത്സ്യകൃഷിക്ക് വളരെ അനുയോജ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യകൃഷി ചെയ്യുന്നു. ഒപ്പം
ആ മത്സ്യകൃഷിയോടൊപ്പം തന്നെ അതിൻ്റെ സംരക്ഷണവും മറ്റ് ചുറ്റുപാടുകൾക്കും ഡെവലപ്പ് ചെയ്യാൻ, എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് മാംഗ്രോവ്സ്, കണ്ടൽ ചെടികൾ. അതിനോട് ഇപ്പോൾ കരപ്രദേശത്ത് തെങ്ങിൻ തോട്ടം, ഈ തെങ്ങിൻ തോട്ടത്തിനിടയ്ക്ക് ഒരു സമ്മിശ്ര കൃഷി എന്നുള്ള നിലയ്ക്ക് ഔഷധ ചെടികൾ, ഒരു 20 ഇനം ഔഷധ ചെടികൾ ഇവിടെ ഉണ്ട്. ഈ ഔഷധ ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ ഇത് വിജയിച്ചു. അപ്പോൾ ഈ ഔഷധ ചെടികൾ, അതിന് ആവശ്യമായിട്ടുള്ള ചാണകം ലഭിക്കുന്നതിനായിട്ട് പശു, അത് നാടൻ പശു ആണ്. കാരണം ഇവിടെ ഇഷ്ടംപോലെ പുല്ലുണ്ട്, അതിനെ അഴിച്ചു കെട്ടാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് നാടൻ പശുക്കൾ. പിന്നെ മീനിൻ്റെ ഒപ്പം കുളത്തിലും വാട്ടർ ബോഡി ഉള്ളിടത്തെല്ലാം താറാവ്. പിന്നെ കരയ്ക്ക് കുറച്ച് നമുക്ക് ഇവിടുന്ന് എല്ലാം ഇവിടെ തന്നെ കിട്ടണം. കുറച്ച് പച്ചക്കറി, ചെറിയ തോതിൽ ഒരു 3 ഏക്കർ സ്ഥലമുള്ള ഈ സ്ഥലത്ത് നിന്ന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, പാല്, ചാണകം, പച്ചക്കറികൾ, മത്സ്യം, താറാമുട്ട, കോഴിമുട്ട, ഇത്രയും സാധനങ്ങൾ ഈ ചെറിയ സംവിധാനത്തിൽ നിന്ന് ഈ ഫാം ടൂറിസത്തിന് പ്രോജക്റ്റിന് ആവശ്യമുള്ള എല്ലാ സ്ഥലവും ഇവിടെ തന്നെ, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും. അത് ഏകദേശം ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. താറാവ്, കോഴി എന്നിവയും ഫാം ടൂറിസത്തിന്റെ ഭാഗമായി മാംഗ്രോവ് ഐസിലിൽ വളർത്തുന്നുണ്ട്. കുളത്തിലൂടെ ഒരുമയോടെ പോകുന്ന താറാവിൻ കൂട്ടം ഇവിടുത്തെ പ്രകൃതി കാഴ്ചയ്ക്ക് കൂടുതൽ മനോഹാരിത നൽകുന്നു. കുളങ്ങളുടെ ഓരങ്ങളുടെ ബണ്ടിൽ വിവിധ ഇനം കശുമാവ്, പച്ചക്കറികൾ എന്നിവയും പരിപാലിച്ചു വരുന്നു. കാസർഗോഡൻ ഡ്വാർഫ് ഇനത്തിൽപ്പെട്ട നാടൻ പശുക്കളെയാണ് ഇവിടെ വളർത്തുന്നത്. അത്യാവശ്യം പാലിനു വേണ്ടിയും ഇതിനെ ഉപയോഗിക്കുന്നു. ഫാം ടൂറിസം എന്ന ആശയം ലക്ഷ്യമാക്കിയാണ് അനിൽകുമാർ എക്കോവില്ല രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സന്ദർശകർക്ക് വിശ്രമിക്കാനായി ഒരു ഓലക്കുടിലും കോട്ടേജും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മാംഗ്രോവ് ഐസിൽ പ്രാരംഭഘട്ടത്തിലാണെങ്കിലും 4-5 വർഷം കഴിയുമ്പോൾ ഇത് സമൂഹത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് അനിൽകുമാർ ഉറച്ചു വിശ്വസിക്കുന്നത്. വില്ലേജ് ഫാം ടൂറിസം തന്നെ പലതരത്തിലുള്ള ഫാം ടൂറിസം ഉണ്ട്. ഇത് വില്ലേജ് ഫാം ടൂറിസം എന്നുള്ള കൺസെപ്റ്റാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരു വശത്തുകൂടെ നമ്മൾ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. ആ എക്കോസിസ്റ്റത്തിനെ മനസ്സിലാക്കാനായിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഈ ഗ്രാമത്തിലെത്തണം. ഈ ഗ്രാമത്തെ കണ്ടറിയാനും പഠിക്കാനും, ഒപ്പം ഈ ഗ്രാമത്തിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതൊരു വൻതോതിലുള്ള ഒരു ടൂറിസം അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വന്നു കാണുക, പഠിക്കുക, മനസ്സിലാക്കുക, കുറച്ച് സമയമെങ്കിലും ആ ചെടികളുമായിട്ട് ഇടപഴകി അവരുടെ അതിൻ്റെ വേരെങ്ങനെ ഇറങ്ങുന്നു, അതിൻ്റെ ഇലകൾ എങ്ങനെ മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കി, ഒപ്പം അതിൽ നിന്നുള്ള അതിൻ്റെ കൂടെയുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മത്സ്യവും മറ്റ് കൃഷികളും കൂടെ എങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയും, ഇത് മനസ്സിലാക്കി പൊതുസമൂഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, അതാണ് ഫാം ടൂറിസം. കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാൻ കല്ലൻ പൊക്കുടനെ പോലുള്ളവർ നൽകുന്ന സന്ദേശത്തിന്റെ ഉൾക്കാം പറഞ്ഞുകൊണ്ട് തന്നെ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും MR അനിൽകുമാറിനെ പോലുള്ളവർ കാണിക്കുന്ന ആർജവവും ജാഗ്രതയും നമ്മളേവർക്കും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പുതുമാതൃകയാണ് പകർന്നു തരുന്നത്. മലയാളം മനമുണര്. സമഗ്രമെന്നാൽ പൂർണ്ണം, ആധികാരികം എന്നൊക്കെ അർത്ഥം. സംസ്ഥാന കൃഷി വകുപ്പ് ഈയിടെ ജൂലൈ 9 തുടക്കം കുറിച്ച സമഗ്ര പുരയിട കൃഷി വികസന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന വേദി ഒരു കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വികസനവും കരുതലും എന്ന ലക്ഷ്യത്തിലാണ് കാർഷിക മേഖലയും സഞ്ചരിക്കുന്നതെന്ന്. പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച് ലോകത്തിന് തന്നെ മാതൃകയായ കേരള മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കൃഷിവകുപ്പ് മന്ത്രി ശ്രീ KP മോഹനൻ രൂപം കൊടുത്ത ഒട്ടുമിക്ക പദ്ധതികൾക്കും കഴിയുന്നുവെന്ന് മണ്ണും മനുഷ്യനും ജനപക്ഷത്തു നിന്ന് പറഞ്ഞുകൊള്ളട്ടെ. മന്ത്രി എന്നാൽ നാം ആഗ്രഹിക്കുന്നത് നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിയണം,
നമ്മളിൽ ഒരാളായി പ്രവർത്തിക്കണം. 12,000-ലധികം സ്കൂളുകളിലെ 50 ലക്ഷത്തിലധികം വരുന്ന കുട്ടികളാണ് ഈ കാർഷിക പദ്ധതിയിൽ കണ്ണികളാകാൻ പോകുന്നത്. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിലെ കൃഷിവകുപ്പൊരുക്കിയ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഉദ്ഘാടന വേദി കുട്ടികളിലും കർഷകരിലും ജനപ്രതിനിധികളിലും മാധ്യമപ്രവർത്തകരിലും എല്ലാം എന്തെന്നില്ലാത്ത ആവേശമാണ് സൃഷ്ടിച്ചത്. എന്റെ ജീവിതം എന്റെ സന്ദേശം എന്ന ഗാന്ധിയൻ ചിന്ത അക്ഷരാർത്ഥത്തിൽ പാലിച്ച് ജനങ്ങൾക്കും കേരളത്തിനും വേണ്ടി 24 മണിക്കൂറും ജാഗരൂകമായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും കാർഷിക മേഖലയിൽ മുമ്പെങ്കും കാണാത്ത വിധം ഉണർവും ഉന്മേഷവും സാധ്യമാക്കിയ ശ്രീ കെ.പി. മോഹനനും വിദ്യാഭ്യാസ മന്ത്രി ശ്രീ പി.കെ. അബ്ദുൾ റബ്ബും ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാറും ഉദ്ഘാടന വേദിയായ ഹോളി ഏഞ്ചൽസ് കോൺവെന്റിന്റെ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ സല്യൂട്ട് നൽകി അഭിവാദ്യമർപ്പിക്കുവാൻ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാൻഡ് ടീമിനുള്ള വിദ്യാഭ്യാസ പുരസ്കാരം ആവർത്തിച്ചു നേടുന്ന ഹോളി ഏഞ്ചൽസിലെ ചുണക്കുട്ടികൾ ഒട്ടും മടികാട്ടിയില്ല. യൂണിഫോമിന്റെ പ്രൗഢിയിൽ കുട്ടികൾ കർഷകത്തൊപ്പി പാളയാൽ കൂട്ടിയെടുത്ത് തലയിലണിയാൻ ഒട്ടും മടി കാണിച്ചില്ല. കൈകളിൽ ഈറത്തണ്ടിൽ തിരികിയ ഞാറും പച്ചക്കറി വിളകളും സമൃദ്ധിയുടെ സുന്ദര കാഴ്ചയ്ക്ക് ഇനി എന്തു വേണം? 3 നിരകളിലായി ഒരു കോട്ട കെട്ടി വിത്തും കൈക്കോട്ടും പാടി കുട്ടികൾ നിന്നു. പച്ചക്കറിയുടെ ഗതകാല പ്രൗഢിയും കേരളത്തിന്റെ സമ്പന്നതയും കാർഷിക പെരുമയും വിളിച്ചറിയിച്ചുകൊണ്ട് പച്ചക്കറി മാവേലിയും നെല്ല് രാജാവും നെല്ല് രാജ്ഞിയും ഐശ്വര്യത്തിന്റെ നിറദീപം പോലെ മലയാള മങ്കയും കൂടി ഒന്നിച്ചപ്പോൾ കുട്ടികളുടെ കാർഷിക കൊട്ടാരത്തിന് ഒരു നനുത്ത കൃഷിസ്പർശത്തിന്റെ സുഖം കൈവന്നു. വേദി നിറഞ്ഞ കുട്ടികളും കർഷകരും കൃഷി ഉദ്യോഗസ്ഥരും അധ്യാപകരും മാധ്യമപ്രവർത്തകരും അവർക്കഭിമുഖമായി വിശിഷ്ടാതിഥികളും നിരന്നപ്പോൾ ഉദ്ഘാടന ചടങ്ങിന് ഒരു സമഗ്രത തന്നെ കൈവന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കും അവതരണ ഗാനത്തിനും ശേഷം ഭദ്രദീപം തെളിച്ച് കേരളമുഖ്യന്റെ തകർപ്പൻ പ്രസംഗം വേദിക്ക് കൃഷിയുടെ ഇടവമഴ സമ്മാനിച്ചു. നമുക്കാവശ്യത്തിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമല്ല, നമ്മളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനും ഈ പദ്ധതി വിജയിച്ചേ മതിയാക്കും. നമുക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്, നല്ല കാലാവസ്ഥ. പക്ഷേ പച്ചക്കറിക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന സ്ഥിതി നമുക്ക് എന്നും അപമാനകരമായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ മനസ്സുവെച്ചാൽ സാധിക്കാത്ത കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ പ്രവർത്തനം പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അതിൽ ഏറ്റവും ആദ്യമായി സ്കൂൾ തലത്തിലാണ്, സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയിലാണ് ഈ പരിപാടിയുടെ തുടക്കം. അതാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത്. അധ്യക്ഷസ്ഥാനം ധന്യമാക്കി കൃഷിമന്ത്രിയും തന്റെ ഭാഗം സുന്ദരമാക്കി. ഞങ്ങൾ പച്ചക്കറി വികസിപ്പിച്ചെടുക്കാനും പച്ചക്കറി കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയും, ഓരോ വർഷം നമുക്ക് പച്ചക്കറിയിൽ എങ്കിലും സ്വയം പര്യാപ്തത നേടണം. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ട് പോലും നമ്മളത് വിനിയോഗിച്ചില്ല എന്നതാണ് ദുഃഖത്തോടു കൂടി ഞങ്ങൾ കാണുന്നത്. അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾ കണ്ട ആദ്യത്തെ കാൽവെപ്പാണ് കൊച്ചുകുട്ടികളിൽ മാനസികമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. സംസ്ഥാന കൃഷി വകുപ്പ് ഈ വർഷം ഒരു സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നാം ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് കണക്കിലെടുത്ത് നമ്മുടെ സംസ്ഥാനത്തിലെ സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്ത് ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൃഷി വകുപ്പ് ഈ വർഷം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷത്തിൽ കുളിപ്പിച്ച പച്ചക്കറി ഇനങ്ങളാണ് കൂടുതലായി എത്തിച്ചേരുന്നത്. എന്നാൽ നമ്മുടെ എല്ലാ വീടുകളിലും ഈ കൃഷി ചെയ്ത് അത്തരത്തിലൊരു പച്ചക്കറി കൃഷി സംസ്കാരം ഉണ്ടാക്കിയാൽ
തീർച്ചയായും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. ഹോളി ഏഞ്ചൽസിലെ ബാലകർഷകനും കർഷകയ്ക്കും ഒരു കൂട്ട വിത്ത് സമ്മാനിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ KP അബ്ദുൾ റബ്ബ് വിദ്യാദീപം കാർഷിക സുന്ദരമാക്കി. ആരോഗ്യപാഠം ആഹാരപാഠമാണ് എന്ന് ഓർമ്മിപ്പിച്ച് കുട്ടികളുടെ കൃഷിവേദിയിൽ ആരോഗ്യമന്ത്രിയും K മുരളീധരനും നിറഞ്ഞ കയ്യടി നേടി. സംസ്ഥാനത്തെ സകല സ്കൂൾ വിദ്യാർത്ഥികൾക്കും വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം ഒരുക്കാൻ ഒരു പിടി വിത്ത്. ഇതൊരു ശ്രമകരമായ ദൗത്യമാണ്. നഗരത്തിലെ കുട്ടികൾക്ക് ചൂടാൻ പാളത്തൊപ്പി നിർമ്മിച്ചു നൽകിയത് കുറ്റിച്ചലിലെ മാതൃകാ കർഷകൻ ശ്രീ ദിലീപ് കുമാറും കൂട്ടരുമാണ്. പാളത്തൊപ്പിയിലെ അവരുടെ കരവിരുത് ഒന്ന് കാണേണ്ടത് തന്നെ. കൃഷി ഉദ്യോഗസ്ഥരുടെ ക്രിയാത്മകതയും അധ്യാപകരുടെ സജീവതയും കൂടിയായപ്പോൾ ഉദ്ഘാടന വേദിക്ക് മഴവിൽ ചന്തം തന്നെ കൈവന്നു. ആഗ്രി ഫ്രണ്ട്സ് ഒരു കൃഷിപ്പാഠം പോലെ പരിചയപ്പെടുത്തിയ വയൽ വിളക്ക് കുഞ്ഞുപാടം കാണാൻ കുട്ടിരാജാക്കന്മാരുടെ കയ്യും പിടിച്ച് കൃഷിമുഖ്യനും ചെന്നു. അക്ഷരമുറ്റത്ത് ഒരു കൃഷിപ്പാഠം വിളക്കായി ആ കാഴ്ച മാറി. ഇതൊരു ചരിത്ര നിമിഷമാണ്. പുതുതലമുറയും കർഷകരെ പിൻപറ്റുന്നു. നിലവിലെ കർഷകരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ കർഷകരെ സൃഷ്ടിക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുന്ന സംസ്ഥാന സർക്കാരിനും കൃഷിമന്ത്രിക്കും മണ്ണും മനുഷ്യന്റെയും കാർഷിക നമസ്കാരം. കർഷകരെ തുയിലുണര്, മലയാളം മനമുണര്. കർഷകരെ തുയിലുണര്, മലയാളം